ഫിലിം ഗാരേജിലേക്ക് വരയ്ക്കും സ്വാഗതം. ഇത് റിലീസായിട്ട് ഇന്ത്യയിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ രണ്ട് വലിയ സിനിമകളാണല്ലോ. ലാലേട്ടൻ നായകനെ എത്തിയ എമ്പുരാനും അതോടൊപ്പം തന്നെ സൽമാൻ ഖാൻ നായകനെ എത്തിയ സിക്കന്ദറും. ഒരു ഘട്ടത്തിൽ ഇത് റിലീസായിട്ട് ക്ലാഷ് റിലീസായിട്ട് എത്തുന്ന ഈ സിനിമകളിൽ സിക്കന്ദർ തന്നെയായിരിക്കും ഏറ്റവും മുന്നിൽ നിൽക്കുക എന്നാണ് കൂടുതൽ പ്രേക്ഷകരും കരുതിയതെങ്കിൽ, ഇപ്പോഴത്തെ മോളിവുഡ് പോലൊരു ചെറിയ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടൻ നായകനെ എത്തിയ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമ സിക്കന്ദറിനെ മലർത്തിയടിക്കുകയാണ് ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിൽ എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. AR മുരുകാദോസ് സംവിധാനം ചെയ്ത ഫാമിലി പാക്ഡ് ആക്ഷൻ മാസ് മസാല എന്റർടൈനർ സിനിമ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു തിയേറ്ററുകളിലേക്ക് എത്തിയത്. അവധി ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടും സിനിമയ്ക്ക് ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഒഫീഷ്യൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 54 കോടി 72 ലക്ഷം ഗ്രോസ് കളക്ഷൻ മാത്രമേ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ട്രാക്കേഴ്സ് കണക്കിൽ 50 കോടിയാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ്. ഇപ്പോഴത്തെ ഒഫീഷ്യൽ കളക്ഷന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിലും ട്രാക്കേഴ്സ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിലും നമ്മുടെ മലയാളം സിനിമ എമ്പുരാന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ സിക്കന്ദറിന് തൊടാനേ കഴിഞ്ഞിട്ടില്ല. 67 കോടിയായിരുന്നു എമ്പുരാൻ എന്ന സിനിമ ആദ്യ ദിവസം ലോകമെമ്പാട് നിന്നും ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. അപ്പോൾ സിക്കന്ദർ FT കളക്ഷനും നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാന്റെ FT കളക്ഷനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുന്നു. എന്തായാലും ഈ 2025 വർഷത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന FT കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് ലാലേട്ടന്റെ എമ്പുരാൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇന്ന് ലാലേട്ടനും പൃഥ്വിരാജും പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് അഭിമാനിക്കാവുന്ന സിനിമയായിട്ട് എമ്പുരാൻ മാറുന്നുവെന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. സിക്കന്ദർ മാത്രമല്ല, എമ്പുരാൻ റിലീസിന് മുന്നേ ഈ വർഷം തന്നെ ഗെയിം ചേഞ്ചർ ഒപ്പം തന്നെ വിടാമുയർച്ച പോലെയുള്ള വമ്പൻ സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ആ സിനിമകൾക്കൊന്നും തന്നെ നേടിയെടുക്കാനാവാത്തതാണ് ഇപ്പോഴത്തെ എമ്പുരാൻ ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയെടുത്തത്. ഇനി എമ്പുരാന്റെ 2025 വർഷത്തിലെ ഇന്ത്യൻ സിനിമയുടെ റെക്കോർഡ് FT കളക്ഷൻ ആര് ഈ വർഷം ഏത് സിനിമ മറികടക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ഒരു പക്ഷേ അതിനായിട്ട് ഈ വർഷം രണ്ടാം പകുതി വരെ കാത്തിരിക്കണമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ഇതുപോലുള്ള എമ്പുരാന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് നേട്ടങ്ങളുടെ വാർത്തകൾക്ക്.